ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാ സേന. സുഗ്മ ബിജാപൂർ അതിർത്തിയിലെ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സൈന്യം വധിച്ചു. വൻ ആയുധശേഖരവും പിടിച്ചെടുത്തു. നേരത്തെ ബിജാപൂരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 9 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. ഛത്തീസ്ഗഡിൽ ബിജാപൂരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ സ്ഫോടനത്തിൽ 9 ജവാന്മാർ കൊല്ലപ്പെട്ടതിന് പിറകെയാണ് സുരക്ഷാ സേന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം കൂടുതൽ ശക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായി സുഗ്മ ബിജാപൂർ അതിർത്തിയിലെ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടത്. ജില്ലാ റിസർവ് ഗാർഡ്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, CRPF, കോബ്ര യൂണിറ്റും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് സുഗ്മ SP കിരൺ ചവാൻ അറിയിച്ചു. ബിജാപൂർ ജില്ലയിലെ അവാപ്പള്ളി പോലീസ് സ്റ്റേഷന് കീഴിലുള്ള മുർദണ്ഡ ഗ്രാമത്തിൽ നിന്ന് ആയുധങ്ങളും ഭീകരർ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ബിജാപൂർ ജില്ലയിൽ മാവോയിസ്റ്റ് ഭീകരർ നടത്തിയ IED സ്ഫോടനത്തിൽ 9 ജവാന്മാർ വീരമൃത്യു വരിച്ചത്. ഇതിന് ശക്തമായ മറുപടി നൽകുമെന്ന് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു. ഈ ആഴ്ചയിൽ തന്നെ വിഷ്ണുപൂർ വനമേഖലയിൽ 48 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ 5 ഭീകരരെ വധിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഛത്തീസ്ഗഡിൽ ബിജാപൂർ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടലും പരിശോധനയും തുടരുകയാണ് എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഇന്ന് പുലർച്ചോടെയാണ് സുഗ്മ ബിജാപൂർ അതിർത്തി മേഖലയിലെ 2 ജില്ലകളിലെയും അതിർത്തി മേഖലയിൽ വനപ്രദേശത്ത് സംയുക്ത പരിശോധന സുരക്ഷാ സേന നടത്തിയത്. ജില്ലാ റിസർവ് ഗാർഡും ഒപ്പം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും CRPFന്റെയും കോബ്ര വിഭാഗവും ഉൾപ്പെട്ട സംയുക്ത സംഘമാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടെയായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇപ്പോഴും മേഖലയിൽ പരിശോധന തുടരുകയാണ് എന്നുള്ളതാണ് സുഗ്മ SP അറിയിച്ചിട്ടുള്ളത്. ഈ പരിശോധനയ്ക്കിടെയാണ് മാവോയിസ്റ്റ് ഭീകരവാദികളുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ 3 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. മേഖലയിൽ പരിശോധന തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം കൂടുതൽ ശക്തമാക്കും എന്ന പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് ദിയോ ഉൾപ്പെടെയുള്ളവരും കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച മാവോയിസ്റ്റ് ഭീകരവാദികൾ ബിജാപൂരിൽ നടത്തിയിട്ടുള്ള IED സ്ഫോടനത്തിൽ രാജ്യത്തിന് 9 സൈനികരെ നഷ്ടമായിരുന്നു. ബിജാപൂർ, വിഷ്ണുപൂർ മേഖലയിൽ സംയുക്ത പരിശോധന നടത്തി മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സംയുക്ത പരിശോധനയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന സൈനിക വ്യൂഹത്തിന് നേരെയായിരുന്നു ബിജാപൂർ മേഖലയിൽ വെച്ച് IED സ്ഫോടനം നടന്നത്. ആ സ്ഫോടനത്തിൽ 9 ജവാന്മാർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ആ സമയത്ത് തന്നെ അതിശക്തമായ തിരിച്ചടി മാവോയിസ്റ്റ് ഭീകരർക്ക് നൽകും എന്ന പ്രതികരണം വിഷ്ണുദേവ് ദിയോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. അതിന് പിറകെയാണ് മേഖലയിൽ സംയുക്ത പരിശോധന ശക്തമാക്കിയത്. ഈ പരിശോധനയ്ക്കിടയിലാണ് ഇന്ന് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടലുണ്ടായത്. ഇതുവരെ 3 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധന നടത്തി വരികയാണ്. കൂടാതെ വൻ ആയുധശേഖരവും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് SP കിരൺ ചവാൻ അറിയിച്ചിട്ടുള്ളത്. അവാപ്പള്ളി പോലീസ് സ്റ്റേഷന് കീഴിൽ മുർദണ്ഡ ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഗ്രാമത്തിൽ നിന്ന് ആയുധങ്ങളും ഒപ്പം ഭീകരർ സ്ഥാപിച്ചിട്ടുള്ള സ്ഫോടകങ്ങൾ IED സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പരിശോധന തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുള്ള വിഷ്ണുപൂർ, സുഗ്മ, ബിജാപൂർ കൂടാതെ കാങ്കർ മേഖലകളിൽ സംയുക്ത പരിശോധന നടത്തി വരികയാണ്. മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തൂത്തെറിയുന്നതിനുള്ള നടപടികളിലേക്ക് ഛത്തീസ്ഗഡ് കടക്കുന്നു. രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുറച്ചു നിൽക്കും 2026 എന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തുകയും ചെയ്തിരുന്നു. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.